നമുക്ക് ഇതേപോലെ പഠനത്തിനായിട്ട് ഒരുമിച്ച് ചേർന്ന് വരുവാൻ സമയത്തിനായിട്ട് സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയിക്കുകയാണ്. റോമാലേഖന പഠനത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ മൂന്നാമത്തെ പ്രധാന സെഷനിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. നീതീകരണത്തിനായുള്ള ദൈവിക കരുതൽ എന്നുള്ളതാണ്. അതിലെ ആദ്യത്തെ സെഷൻ നമ്മൾ ഓർക്കും വിശ്വാസത്താലുള്ള നീതീകരണം. രണ്ടാമത്തേത് അബ്രഹാമിന്റെ ദൃഷ്ടാന്തം 4-ാം അധ്യായം. മൂന്നാമത്തെ സെഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മൂന്നാമത്തെ സെഷനിലാണ്, അതായത് നീതീകരണത്തിന്റെ വിശദീകരണം. 5-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ളതാണ്. അതിനെ നാം രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് നീതീകരണത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, 5-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യം. നീതീകരണത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ 5-1 മുതൽ 11 വരെ. രണ്ടാമത്തെ ശീർഷകമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒടുവിലായിട്ട് ചിന്തിച്ചത്. നീതീകരണത്തിന്റെ അടിസ്ഥാനം 5-12 മുതൽ 21 വരെയുള്ള വാക്യം. ആ ഭാഗത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 5-ാം അധ്യായത്തിലെ 12 മുതൽ 21 വരെയുള്ള ഭാഗത്ത് നീതീകരണത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. നീതീകരണം എന്തുകൊണ്ട് ആവശ്യമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ പാപിയായതുകൊണ്ടാണ്. അപ്പൊ ഈ പാപം എവിടെ നിന്നാണ് ആരംഭിച്ചത്? പാപം മൂലം എന്താണ് മനുഷ്യനുണ്ടായ കുഴപ്പം? അത് ദൈവം എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്നുള്ളതാണ് 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ സംശയത്തിന് സാധ്യതയുള്ള 1-2 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. എല്ലാവർക്കും അറിയാത്തൊരു വാക്യമാണ് 12-ാം വാക്യം. അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യന്. അപ്പോ ഇവിടെ ആ പോർഷൻ ആരംഭിക്കുന്നത് തന്നെ ആരെ കുറിച്ച് പറഞ്ഞിട്ടാണ്? ആദം. അതാണ് ഈ ഏക മനുഷ്യൻ. അപ്പൊ ആദം മൂലം എന്ന് പറഞ്ഞാൽ ആദം മുതലേ എന്തുണ്ട്? പാപമുണ്ട്. അപ്പൊ റോമാലേഖനത്തില് നമ്മൾ അതിന്റെ എല്ലാം ബേസിൽ നിന്നുമാണല്ലോ നമ്മൾ ചിന്തിക്കാനായിട്ട്. അപ്പൊ റോമാലേഖനത്തിലെ വിഷയം എന്താണ്? പ്രമേയം എന്താണ്? വിശ്വാസത്താലുള്ള നീതീകരണം. അപ്പൊ അതിന് മറുവശമുണ്ട്. എന്തിനാലല്ല? പ്രവൃത്തിയാലല്ല. അപ്പൊ ന്യായപ്രമാണവാദികൾ പറയുന്നത് എന്താണ്? പ്രവൃത്തിയാലാണ്. ന്യായപ്രമാണം ഒഴിച്ചുകൂടാനാകാത്തതാണ്. ന്യായപ്രമാണങ്ങളുടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ പോർഷനിൽ ഈ പോർഷൻ പറയുന്ന ഒരു കാര്യം അതാണ്. ന്യായപ്രമാണം മുതലല്ല പാപമുള്ളത്. ന്യായപ്രമാണം മുതലല്ല പാപമുള്ളത്. പിന്നെ ആദം മുതലാണ് പാപം. ന്യായപ്രമാണ ലംഘനമല്ല പാപം എന്ന് പറയുന്നത്. അപ്പൊ യഹൂദന്മാര്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരിൽ നിന്ന് രക്ഷയിലേക്ക് വന്നവരിൽ ഒരു കൂട്ടം ആളുകൾ, ഹരീസ പക്ഷത്തുണ്ടായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ന്യായപ്രമാണവാദികളായ ആളുകൾ പറയുന്നത് ന്യായപ്രമാണത്തെ ലംഘിക്കാൻ പാടില്ല. ന്യായപ്രമാണം എങ്ങനെ എന്താണ്? പാപമാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ അതിന് മറുവാദമാണ് ഈ ഭാഗം. 12 മുതൽ 21 വരെ ഭാഗം. എന്ത്? അതിനൊക്കെ 11-ാം വാക്യത്തിൽ പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. ഞാനത് പറഞ്ഞു. ന്യായപ്രമാണം പാപം എന്താണെന്നുള്ള പരിജ്ഞാനം നൽകുന്നു. പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അത്രയും നൽകുന്നത് 3-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ന്യായപ്രമാണം വരുന്നതിന് മുമ്പും എന്തുണ്ട്? നിയമം വരുന്നതിന് ഒരു രാജ്യത്തെ ചില കാര്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞപ്പോൾ IT നിയമങ്ങൾ വന്നു. ഐ ടി ലോ വരുന്നതിന് മുമ്പ് എന്തുണ്ടായിട്ടുണ്ട്? തിന്മകളുണ്ടായിട്ടുണ്ട്. IT-യുമായി ബന്ധപ്പെട്ട് ഒത്തിരി തിന്മകൾ ഉണ്ടായിട്ടുണ്ട്. അത് കണക്കിടുന്നില്ല എന്ന് പറഞ്ഞാൽ
ഇവിടെ പറയുമ്പോൾ ആദം മുതൽ മോശ വരെ കണക്കിടുന്നില്ലെന്ന് പറഞ്ഞാൽ പാപമുണ്ട് എന്നും പാപത്തിന്റെ ശിക്ഷയായ മരണവും അവരിൽ ഉണ്ടായിരുന്നു എന്നാണ് അടുത്ത വാക്യം പറയുന്നത്. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. അവർ മരിച്ചു എന്നുള്ളത് എന്തിന് തെളിവാണ്? അവർ ഭാവികളാണ് എന്നുള്ളതിന്റെ തെളിവാണ്. അതായത് ന്യായപ്രമാണം ലംഘനം മാത്രമല്ല പാപം എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് ഏതെങ്കിലും അതവിടെ പറഞ്ഞു ആദമിന്റെ പ്രതിരൂപത്തിന് എങ്കിലും വരുവാനുള്ള പ്രതിരൂപമായ ആദമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം. ആദമിനോട് വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരുന്നു എന്ത്, ഇന്ന കാര്യം ചെയ്യരുത്. അപ്പൊ അവിടെ ഒരു എന്താണ് നിയമമുണ്ട്, ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന തീരും ലംഘിച്ചു. അപ്പൊ അതുപോലൊരു കൽപ്പന ആദം മുതൽ മോശ വരെയുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് അവിടെ പറയുന്നത്. പക്ഷെ അവരിൽ എന്തുണ്ടായി? പാപം വാണിരുന്നു, മരണം വാണിരുന്നു. കാരണം അവർ മരിച്ചു. അതിന്റെ അർത്ഥം അവര് പാപം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എല്ലായിടത്തും എല്ലാവർക്കും നിയമം വേണമെന്നില്ല. യഹൂദന് നിയമം കൊടുത്തു, ബാക്കിയുള്ളവർക്ക് നിയമമില്ലല്ലോ. നമ്മളത് രണ്ടാമത്തേക്ക് കണ്ടതാണ്. ന്യായപ്രമാണം ഉള്ളവനെ ന്യായപ്രമാണത്താൽ ന്യായം വിധിക്കും, ന്യായപ്രമാണം ഇല്ലാത്തവനെ ന്യായപ്രമാണം കൂടാതെ ന്യായം വിധിക്കും. അപ്പൊ ന്യായപ്രമാണ ലംഘനം മാത്രമല്ല പാപം എന്ന് പറയുന്നത്. പാപം എന്ത് മുതലുള്ളതാണ്? അതാണ് ഇവിടുത്തെ പോയിന്റ്. അവർ ഈ ന്യായപ്രമാണവാദികളോട് പറയുന്ന ഒരു കാര്യം, ന്യായപ്രമാണ ലംഘനം അല്ല പാപം എന്ന് പറയുന്നത്. പാപത്തിനൊരു അതാണ് പാപത്തെ കുറിച്ചുള്ള വിശദീകരണം, നീതീകരണത്തിന്റെ വിശദീകരണം എന്ന് ആ പോർഷൻ നമ്മൾ പേര് കൊടുത്തത്. കാരണം ഇത് എവിടെ നിന്ന് വന്ന ഈ പ്രശ്നം? ആദമിൽ നിന്ന് വന്നതാണ്. അപ്പൊ ആദമിൽ നിന്ന് വന്ന ആദം പാപം ചെയ്തു വഴി ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണ സകല മനുഷ്യരിലും. അപ്പൊ എല്ലാവരിലും ഉണ്ട്. ന്യായപ്രമാണ ലംഘികളായ യഹൂദന്മാർക്ക് മാത്രമല്ല, പിന്നെ യഹൂദന്മാരല്ലാത്തവരും മുതൽ ആദം മുതൽ ഇന്ന് വരെ സകല മനുഷ്യരിലും ഈ പാപവും പാപത്താലുള്ള ശാരീരിക മരണവും ആത്മീക മരണവും രണ്ടും. ഈ മരണം എന്ന് ഉദ്ദേശിക്കുന്നത് അത് രണ്ടുമാണ്. ഏതെങ്കിലും പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കും. മരിച്ചോ? ആത്മീയമായിട്ട് മരിച്ചു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു, ആത്മീയമായി മരിച്ചു. ഓക്കെ, അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കും. രണ്ട് ശാരീരികമായിട്ട് മരിച്ചു, അതുവരെ എന്തില്ല, മരണമില്ല. അനുസരിച്ച് മരണം ഉണ്ടായി. അപ്പോൾ ആദം വഴിയാണ് പാപവും അത് മുഖാന്തരമുള്ള മരണവും ആത്മീയമായ ശാരീരികമായ മരണവും ഉണ്ടാകുന്നത്. ഇത് അതുകൊണ്ട് മനുഷ്യവർഗം ആദമിന്റെ പ്രതിനിധികളാണ്. ആദമിന്റെ പ്രതിനിധികളിൽ പാപവുമുണ്ട്, മരണവുമുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അവിടെ ഒരു താരതമ്യം 16-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം മുതൽ താരതമ്യം വരികയാണ്. ചിന്തിച്ചുകൊണ്ട് വായിച്ചു പോവുകയാണ് 15. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ കണ്ടോ, ഏകന്റെ 12-ാം വാക്യത്തിൽ എങ്ങനെ എഴുതും? ഏക മനുഷ്യനാൽ ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ളതാണോ അനേകർക്ക് വേണ്ടി. അപ്പൊ ഏക മനുഷ്യനാൽ ഏകന്റെ ലംഘനത്താൽ അനേകർ എന്ത് ചെയ്തു? മരിച്ചു. ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൽ അനേകർക്ക് എന്ത് ലഭിക്കുന്നു? ദൈവകൃപ ദാനമായിട്ട് ലഭിക്കുന്നു. 16-ാം വാക്യം. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ ഫലവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു, കൃപാപരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി. അപ്പോൾ ഒരുവൻ മൂലം എന്തുണ്ടായി? പാപവും ശിക്ഷാവിധി ഉണ്ടായി. യേശുക്രിസ്തു മൂലം എന്തുണ്ടായി? നീതീകരണ വിധി ഉണ്ടായി. ആദം പാപം ചെയ്തപ്പോൾ എന്തുണ്ടായി? ഒരു ശിക്ഷാവിധി ഉണ്ടായി. തിന്നുന്ന നാളിൽ മരിക്കും. ആ ശിക്ഷാവിധി ആ മരണത്തിന് അധീനരായി തീർക്കും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് ലഭിക്കുന്നു? നീതീകരണ വിധി.
നീതീകരണ വിധി. നീതീകരിക്കപ്പെട്ടു എന്നുള്ള വിധി ദൈവം ചെയ്യും, പുറപ്പെടുവിച്ചു. നേരത്തെ പുറപ്പെടുവിച്ചല്ലോ. മരിക്കുമെന്നുള്ളതും തിന്നതിന് ശേഷമാണ് പറഞ്ഞത്, മരിച്ചിട്ടാണ് പറഞ്ഞത്. തിന്നു കഴിഞ്ഞപ്പോഴാണ് നീ മരിക്കട്ടെ എന്ന് പറഞ്ഞത്. അല്ല, തിന്നാൻ നീ എന്ത് ചെയ്യും? മരിക്കും. സാത്താൻ പറഞ്ഞു വിശ്വസിച്ചു, ദൈവത്തെ അവിശ്വസിച്ചു, തിന്നു മരിച്ചു. അപ്പൊ അതുപോലെ തന്നെ ദൈവയുടെ വ്യവസ്ഥ വെച്ചിരിക്കുക. ദൈവത്തനായ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ നീ വിശ്വസിച്ചാൽ എന്ത് ചെയ്യും? പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ദൈവത്തിന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവൻ ന്യായവിധി വിട്ട് ജീവന് കടന്നിരിക്കുന്നു. അവന് ശിക്ഷാവിധി ഇല്ല. യോഹന്നാൻ സുവിശേഷം 3:14-18 വാക്യങ്ങൾ. ശിക്ഷാവിധി ഇല്ല, നേരത്തെ പ്രസ്താവിച്ചു. അവൻ നീതീകരണം പറ്റി പ്രസ്താവിച്ചു കഴിഞ്ഞു. അപ്പൊ അത് ഒരു മനുഷ്യനാൽ, ഇതും ഒരു മനുഷ്യനാൽ. ദൈവം നീതിയോടുകൂടെ ചെയ്യുന്നത്. ആദം പാപം ചെയ്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ആദം കാരണം ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നീ എന്ത് ചെയ്താൽ മതി? യേശു വിശ്വസിച്ചാൽ മതി. ആ ഏകൻ വഴി എല്ലാം ആദമിൽ കൂടെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? പരിഹാരം വരുത്തിയിട്ടുണ്ട്. ആദമിന്റെ പാപത്തിൽ നീ പങ്കാളിയായത് ജനനത്തിൽ കൂടെയാണെങ്കിൽ യേശുക്രിസ്തു വഴിയുള്ള നീതീകരണത്തിൽ ജനനത്തിലൂടെ എന്ത് ചെയ്യാം? അതാണ് കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞത്. എന്താ? പുതുതായിരിക്കുക. ആദവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക, ക്രിസ്തുവായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, പുതിയ ബന്ധം സ്ഥാപിക്കുക. ആദമിന്റെ പ്രതിനിധാനം ഉപേക്ഷിക്കുക, ആദമിന്റെ സന്തതികൾ എന്നുള്ള പ്രാതിനിധ്യ സ്വഭാവം കളയുക. പിന്നെ ക്രിസ്തുവിന്റെ പ്രതിനിധികളായിട്ട് 6-ാമത്തേതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അത് നമുക്ക് ചിന്തിക്കാം. 17-ാം വാക്യം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ, ആ വാക്കുണ്ട്, എല്ലാ വാക്കുകളുണ്ട്. ഏകൻ, ഏക മനുഷ്യൻ, ഒരുവനാ. ഏകൻ വഴി എന്ത് വന്നു? മരണം മനുഷ്യരിൽ എന്ത് ചെയ്യുന്നു? അനേകരിൽ വാഴുന്നുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിച്ചവർ ജീവനിൽ അധികമായി വാഴും. മരണം എത്ര ശക്തിയോടുകൂടിയാണോ വാഴുന്നത് അതിനേക്കാൾ അധികമായിട്ട് എന്ത് ചെയ്യും? ഈ രണ്ട് വിധത്തിലുണ്ട്. ഇപ്പോൾ അത് ആത്മീയമായിട്ടുണ്ട്, ശാരീരികമായിട്ടുണ്ട്. അതാണ് 8:15 പറയുന്നത്. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ജീവൻ ക്രിസ്തുവിലൂടെ ഉണ്ട്. മരണം എങ്ങനെ വന്നു? ആദമിലൂടെ. ജീവൻ എങ്ങനെ വന്നു? യേശുവിലൂടെ. മരണത്തിന്റെ ശക്തിയേക്കാൾ അധികമായിട്ടാണ് ക്രിസ്തുവിന്റെ ശക്തി എന്ത് ചെയ്യുന്നത്? വ്യാപരിക്കുന്നത്. എത്ര അധികമായ ജീവന് വാഴും? അധികമായി. പാടിയല്ലോ എന്താ? അഴിയുന്ന ദേഹം കൊടുത്തിരുന്നാലും അഴിയാ മഹത്വത്തിൽ തേജസ്സിൽ വാഴും. കാഹളം ധ്വനിക്കും മരിച്ചോർ ഉയർത്തിക്കും മരണവും മാറിയാൽ, എന്നിട്ടാണ് കഴിയുന്ന ദേഹം. അപ്പോൾ കാഹളം ധ്വനിക്കും മരിച്ചോർ ഉയർക്കും മരണവും മാറിയാൽ ജീവനിൽ വാഴും. ഏറ്റവും കൂടുതൽ പേടിക്കുന്ന എന്തിനാ? മരണം വാഴുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? വായിച്ചത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്. ഇവിടെ 2:14 എന്താ? മക്കൾ ജഡരത്നങ്ങളോട് കൂടിയതായതുകൊണ്ട് അമ്മ അവരെ പോലെ ജഡരത്നങ്ങളോട് കൂടിയവനായി വന്ന് മരണത്തിന്റെ അധികാര പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ മരണം വാഴും. മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. നമുക്ക് എന്തില്ല? മരണത്തെ കുറിച്ച് ഭീതിപ്പെടേണ്ട ആവശ്യം ഇല്ല. എന്തുകൊണ്ടില്ല? ആ മരണം നമ്മിൽ നിന്ന് എന്ത് ചെയ്തു? നീക്കി. നമുക്ക് എന്ത് കിട്ടി? നിത്യജീവൻ കിട്ടി. നിത്യജീവൻ കിട്ടി. നിത്യമായി കർത്താവ് പറഞ്ഞതാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കാരണം ഞാൻ പുനരുദ്ധാനവും ജീവനുമാകും. ആദമിലൂടെ പാപവും മരണവും വന്നെങ്കിൽ ക്രിസ്തുവിലൂടെ നീതീകരണവും
നിത്യ ജീവൻ ലഭിക്കും. 18. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ആദം വഴി ശിക്ഷാവിധി വന്നുവെങ്കിൽ ഏകനീതിയാൽ ഇത് വന്നു, സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം. എല്ലാവർക്കും ആരും ഒന്നും ചെയ്യണ്ട. ആരും ഒന്നും ചെയ്യാതെയാണ് പാപികളായിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ അതുപോലെ തന്നെ ദൈവം അതിനുള്ള പരിഹാരം വരും. എന്താ? ആരും ഒന്നും ചെയ്യാതെ ക്രിസ്തുവിലെന്ന് വരുത്തുന്നു, നീതീകരണം ദൈവം നൽകുന്നു. 20. എന്നാൽ ലംഘനം പെരുകിയെടുത്ത് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. ന്യായപ്രമാണം ഇത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഏത്? ന്യായപ്രമാണം. ന്യായപ്രമാണവാദികളാണ് കാര്യങ്ങൾ സത്യത്തിൽ വിശദീകരിക്കുന്നത്. പുതിയ നിയമത്തിലെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആ വിശദീകരണം, എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ അത് ന്യായപ്രമാണവാദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. ഇപ്പൊ ന്യായപ്രമാണവും ഇടയിൽ എന്ത് ചെയ്തു? അത് ആദ്യം മുതൽ ഉള്ളതല്ല. ന്യായപ്രമാണം ആദ്യം കൊടുത്തിട്ട് ഇതൊക്കെ ലംഘിച്ചാൽ നിങ്ങൾ പാപികളായി തീരുമെന്ന് പറഞ്ഞതല്ല, ആണോ? അല്ല. ന്യായപ്രമാണ വാക്ക് ശ്രദ്ധിക്കണം. ന്യായപ്രമാണവും ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ എന്ന് പറഞ്ഞാൽ എപ്പോ? ഈ മനുഷ്യവർഗത്തിന്റെ എന്താ പറയുന്ന ചക്രത്തിൽ, ആ കാലക്രമത്തിൽ ഇടയ്ക്ക് വന്നതാണ്. അത് ആദ്യം മുതലേ ഉള്ളത്. അതാണ് അതിന്റെ വിഷയം. ആദ്യം മുതലുള്ളതല്ല. പാപം ആദ്യം വന്നു, പിന്നീടാണ് ലംഘനം പെരുകിയപ്പോഴാണ് എന്ത് വന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് IT ലോ വന്നത് എപ്പോഴാണ്? IT-യുമായി ബന്ധപ്പെട്ട് ലംഘനങ്ങൾ ഉണ്ടായപ്പോഴാണ്, പെരുകിയപ്പോഴാണ് IT ലോ വന്നത്. പാപം പെരുകിയെടുത്ത് ലംഘനം പെരുകിയെടുത്ത് ന്യായപ്രമാണ ഇടയിൽ ചേർന്ന് വന്നു. എന്നോട് വായിക്കാം. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ, അതായത് ഇവിടെ പെരുകി എന്ന് പറയുന്നുണ്ടല്ലോ. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ, പെരുകി എന്ന് പറയാൻ എന്താണ് കാരണം? നമ്മളെന്നെ ചിന്തിക്കുന്ന പോലെ ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന, ഒരു 30 വർഷം മുമ്പുണ്ടായിരുന്നേക്കാൾ കൂടുതൽ പാപവും അകൃത്യങ്ങളും ലോകത്തിൽ പെരുകി. ആ അർത്ഥത്തിലല്ല. പിന്നെ ലംഘനം 20-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ, 20-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം വന്നിട്ടുണ്ടായി. ലംഘനം പെരുകി എന്ന് പറഞ്ഞാൽ ലോ ഇല്ലാത്ത സമയത്ത് ആളുകൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല. ഉദാഹരണം 7-ാം തീയതി പറഞ്ഞിട്ടുണ്ട്, മോഹിക്കരുത് എന്നൊരു കൽപ്പന ഇല്ലാതിരുന്നു എങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മോഹിച്ചുകൊണ്ടിരിക്കും. മോഹമാണ് എല്ലാ പാപങ്ങളുടെയും അമ്മ എന്ന് പറയുന്നത്, മാതാവ് എന്ന് പറയുന്നത്. മോഹത്തിൽ നിന്നാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്, അല്ലേ? ഏതെങ്കിലും തന്നെയായിരുന്നല്ലോ. അപ്പൊ അതറിയില്ലായിരുന്നു. അപ്പൊ ഈ കൽപ്പന വന്നപ്പോഴാണ് എന്തുണ്ടായി? ഈ ലംഘനം പെരുകുന്നു. ഓൾറെഡി ലംഘനമുണ്ട്, പക്ഷെ നിയമം വന്നപ്പോൾ ആ ബോധ മനസ്സിലേക്ക് അത് വന്നു. മനസ്സാക്ഷി ഞാൻ ആരായി? കൂടുതൽ 7-ാമത്തെ വിശദീകരിക്കാറുണ്ട്. കൂടുതൽ ഞാൻ തെറ്റുകാരനായി തീർന്നു. പക്ഷെ അതിന് പരിഹാരം തന്നെ വരുന്നു. എന്താ? പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പോ എന്ന് പറഞ്ഞാൽ പാപത്തിന് ദൈവം പരിഹാരം വരുത്തുന്നത് എന്തിനാലാണ്? കൃപയാലാണ്. എന്തിനാലല്ല? ന്യായപ്രമാണത്താൽ. അവിടുത്തെ വാക്കാണ് എടുക്കുന്നത് 20-ാമത്തെ വാക്യം. ന്യായപ്രമാണത്താൽ അല്ല, പ്രവൃത്തിയാലല്ല. ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ലംഘനത്തെ കുറയ്ക്കാനല്ല, പാപത്തിന് പരിഹാരം വരുത്താനല്ല.
ന്യായപ്രമാണത്താൽ പാപത്തിന് എന്ത് വരുന്നില്ല? പരിഹാരം വരുന്നില്ല. ഒരുവനെ നല്ലതാക്കി തീർക്കുവാൻ ന്യായപ്രമാണത്തിന് ശേഷിയില്ല. 7-ാം അധ്യായത്തിൽ അത് വിശദീകരിക്കും. 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണം നല്ലതാണ്, ആത്മീയമാണ്, നീതിയുക്തമാണ്, ശരിയാണ്. പക്ഷേ ന്യായപ്രമാണത്തിന് ഒരുവനെ നല്ലതാക്കാൻ അവനെ കൂടുതൽ കുറ്റക്കാരനാക്കി തീർക്കാൻ എന്ന് പറഞ്ഞാൽ അവന്റെ എല്ലാ കുറ്റങ്ങളെയും എന്താ പറയുന്നത് സ്ക്രാച്ച് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന് ഇന്ന കാര്യത്തിലൊക്കെ നീ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് അവനെ ഒരു കൊടും കുറ്റവാളിയായി മരണത്തിന് അധീനരാക്കി തീർക്കാൻ എന്തിനു കഴിയുള്ളൂ? ന്യായപ്രമാണത്തിന് കഴിയുള്ളൂ. പക്ഷേ പാപം പെരുകിയെടുത്ത് ദൈവം എന്ത് കൊണ്ടുവന്നു? കൃപ കൊണ്ടുവന്നു. കൃപയ്ക്ക് ഒരാളെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 21 പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പാപം വാഴുന്നുവെങ്കിൽ കൃപ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴും. അപ്പോൾ നമ്മളിപ്പോൾ 3-ാമത്തെ ശിക്ഷ അവസാനിച്ചിരിക്കുകയാണ്. അതായത് നീതീകരണത്തിനായുള്ള ദൈവിക കരുതൽ എന്നുള്ള ഭാഗം അവസാനിച്ചിരിക്കുകയാണ്. 4-ാമത്തെ ശിക്ഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്ക് തോന്നുന്നത് 3-ാമത്തെ ശിക്ഷ, അതായത് 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-21 വരെയുള്ള ആ ഒരു പോർഷൻ നമുക്ക് വലിയ താമസമില്ലാതെ അടുത്ത പോർഷൻ തീരുമ്പോഴേക്കും ഒരു ടെസ്റ്റ് നടത്താം. ആദ്യത്തെ ടെസ്റ്റ് നിങ്ങളെല്ലാവരും നന്നായിട്ട് എഴുതി. ആരും തോന്നില്ല എന്നുള്ളതാണ് അത്ഭുതകരം. നന്നായിട്ട് എഴുതി, ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം. നിങ്ങളെ ആഗ്രഹത്തോടും നന്നായിട്ട് എഴുതി. ചിലർക്ക് വളരെ നന്നായിട്ട് എഴുതി ദൈവം. അപ്പോൾ നമുക്ക് ഇപ്പം 3-ാമത്തെ ശീർഷകം 7 ഹെഡിങ്ങിലുള്ള ഭാഗം നീതീകരണത്തിനായുള്ള ദൈവിക കരുതൽ 3-21 മുതൽ 5-21 വരെയുള്ള ഭാഗം അധികം താമസിയാതെ ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ പഠിക്കുക. ഈ വോയിസ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചുമ്മാ ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വീട്ടിൽ കരയ്ക്കരിയുമ്പോഴും ഒക്കെ എന്ത് ചെയ്യാം എന്നെ കേട്ടു ആവർത്തിച്ച് കേൾക്കുക. ഞാൻ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് കേൾക്കുക. അപ്പോൾ നമുക്ക് ആശയങ്ങൾ കിട്ടും. എന്നതാണ് എന്ത് കാര്യങ്ങളെന്നുള്ളത് ദേവാത്മാവ് കൂടുതൽ ബോധ്യപ്പെടുത്തി തരാനായിട്ട്. ഓക്കെ, 4-ാമത്തെ ശീർഷകമാണ് നീതിയുടെ സംരക്ഷണം. നീതിയുടെ സംരക്ഷണം 6 മുതൽ 8 വരെയുള്ള അധ്യായം. 6 മുതൽ 8 വരെയുള്ള അധ്യായം നീതിയുടെ സംരക്ഷണം. ഏതാണ്? 6, 7, 8 അധ്യായം. 6 മുതൽ 8 വരെയുള്ള അധ്യായം. അതിൽ ആദ്യത്തെ ഉപശീർഷകം നീതിയുടെ സംരക്ഷണം എന്നുള്ള 4-ാമത്തെ പ്രധാന ശീർഷകത്തിലെ ആദ്യത്തെ ഉപശീർഷകമാണ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അധ്യായം 6 പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ചാപ്റ്റർ 6 അധ്യായമാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ റോമാലേഖനം ഒരു കോടതിയിലെ ഒരു വാദപ്രതിവാദം പോലെയാണ്. കോടതിയിൽ നടക്കുന്ന ഒരു വാദപ്രതിവാദം പോലെയാണ്. അപ്പം ഇപ്പോൾ ഒടുവിൽ പറഞ്ഞു നിർത്തിയത്, അതായത് ഒരു മനുഷ്യൻ വഴി ഉണ്ടായ ഈ പാപത്തിനും ലംഘനത്തിനും ഒക്കെ പരിഹാരം ദൈവം എന്തിലൂടെ നൽകി? പുത്രനിലൂടെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനിലൂടെ. അത് ഒടുവിൽ പറഞ്ഞു നിർത്തിയത് പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അല്ലെങ്കിൽ ഇങ്ങനെയാണ്, പാപം മരണത്താൽ വാണതുപോലെ കൃപ
യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴുന്നു. കൃപയിലൂടെയാണ് ദൈവം. മനുഷ്യൻ മനഃപൂർവമായി ചെയ്ത ലംഘനത്തിന് പരിഹാരം ദൈവം വരുത്തിയത് എന്തിനാലാണ്? കൃപയാൽ. ഈ വിശ്വാസത്താലുള്ള നീതീകരണം ഒരാൾക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? കൃപയാൽ. ദൈവം അത് കൃപയാൽ ഒരുക്കിയത് കൊണ്ടാണ്. ആ കൃപയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിച്ച് ആശ്രയിക്കാം. അപ്പൊ കൃപയാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കൃപയാലാണെങ്കിൽ എന്തിനാലല്ല? പ്രവൃത്തിയാലല്ല. അപ്പൊ പ്രവൃത്തി വേണ്ട. ദൈവത്തിന്റെ കൃപയാണ്, പ്രവൃത്തി വേണ്ട. അപ്പൊ ഒബ്ജക്ഷൻ ഉണ്ട്. ഒബ്ജക്ഷൻ നിയമമാണ്. കോടതിയിൽ പറയാണ് ഒബ്ജക്ഷൻ ഉണ്ട്. എന്താണ് ഒബ്ജക്ഷൻ? ശരി, ഒടുവിൽ പറഞ്ഞല്ല, കൃപ പാപം പെരുകിയിട്ട് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൃപ പെരുകാൻ എന്ത് ചെയ്താൽ മതി? പാപം കൂടുതൽ. ആ ചോദ്യം വരുന്നുണ്ട് 6-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചത്. ആദ്യം നാം എന്ത് പറയുന്നു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുക എന്നോ? അതെന്ത് പരിപാടിയാണ്? നിങ്ങൾ പറയുന്ന ഒരു കർമ്മവും ചെയ്യണ്ട, ഒരു പ്രവൃത്തിയും ചെയ്യണ്ട. ഇഷ്ടം പോലെ തോന്നിയ മാതിരി ജീവിച്ചാൽ കുഴപ്പമില്ല, ദൈവം ചെയ്തോളും. ആ കൃപ നൽകുന്ന ദൈവം രക്ഷിച്ചോളും. കൃപയാലുള്ള രക്ഷ പ്രാപിച്ചവർക്ക് രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. അപ്പൊ ഇത് പൗലോസ്ലീഹയ്ക്ക് എതിരെ പറയുന്ന, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ഉപദേശം പൗലോസ്ലീഹ അങ്ങനെ തന്നെ പഠിപ്പിക്കുമ്പോൾ പ്രവൃത്തി കൂടെ വേണം എന്ന് വിശ്വാസവും വേണം, പിന്നെ പ്രവൃത്തി കൂടെ വേണമെന്ന് പറയുന്ന ആളുകളിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. കൃപയാലുള്ള രക്ഷയിൽ വിശ്വസിക്കുകയും അങ്ങനെ കൃപയാൽ ഉള്ള രക്ഷ ലഭിച്ച ആളുകൾ പ്രവൃത്തിയാൽ, സ്വയമായ പ്രയത്നത്താൽ, സ്വന്തമായ വിശുദ്ധ ജീവിതത്താൽ ആ രക്ഷയെ സ്വയം സംരക്ഷിച്ചോണം എന്ന് പറയുന്നവർക്കും എല്ലാവർക്കും ഉള്ള ഉത്തരമാണ് 6-7-8 അധ്യായം. 3-ാം അധ്യായത്തിൽ 8-ാമത് വാക്യം വായിച്ചു. 3-ാം അധ്യായം 8-ാം വാക്യം. നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്നോ എന്ന് പറയുന്നു. ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ കുറിച്ച് ദുഷിച്ചു പറയുന്നു. ആരെ കുറിച്ച്? പൗലോസിനെയും കൂട്ടരെയും കുറിച്ച് ആ കാലഘട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ ദുഷിച്ചു പറയുകയാണ്. പൗലോസും ആളുകൾ ഇങ്ങനെയാട്ടോ പഠിപ്പിക്കുന്നത്. നമ്മളെ കുറിച്ച്, ബ്രദറുകാരെ കുറിച്ച് പറയുന്ന അതുപോലെ ബ്രദറുകാരെന്താ പഠിപ്പിക്കുന്നത്? രക്ഷ നഷ്ടപ്പെടില്ല. പാപം ചെയ്തതുകൊണ്ട് രക്ഷ നഷ്ടപ്പെടാത്ത രക്ഷയാണ് കൃപയാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതേ കാര്യമാണ് ആര് പഠിപ്പിക്കുന്നത്? പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. അപ്പൊ പൗലോസ്ലീഹയെ കുറിച്ച് അതുകൊണ്ട് പാപം പെരുകിയിട്ട് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പൊ ഈ കാര്യം കൃപയാലുള്ള രക്ഷയാണ്, പ്രവൃത്തിയാലാണ് എന്ന് പഠിപ്പിച്ചതിനാൽ അവരെ കുറിച്ച് ആ കാലഘട്ടത്തിൽ പറഞ്ഞു വരുത്തിയ ഒരു അപവാദമാണെന്ത്? നല്ലത് പറയേണ്ടതിന് തീയത് ചെയ്യുക എന്നോ? ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് ചിലർ ഞങ്ങളെ കുറിച്ച് ദുഷിച്ചു പറയുന്നു. പലരും അങ്ങനെ പഠിപ്പിച്ചോ? ഏത് പാപം ചെയ്തു? രക്ഷ നഷ്ടപ്പെടുകയല്ല. അതിനാണോ പഠിപ്പിച്ചത്? ഇല്ല, അങ്ങനെ പഠിപ്പിച്ചില്ല. ബ്രദറുകാരും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. രക്ഷ നഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നതിനാൽ പാപം ചെയ്യാമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. എന്താണ് അതിൻ്റെ കാര്യമെന്നുള്ളത് കേൾക്കുന്നതിന് മുമ്പ്, മനസ്സിലാക്കുന്നതിന് മുമ്പ് ആ ഒരു ഒറ്റ ക്ലോസ് മാത്രം, ആ ഒരു സെന്റൻസ്, രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നുള്ളതിനാൽ എന്ത് പാപം ചെയ്യാമെന്നല്ല. പൗലോസ്ലീഹ എന്താ പറഞ്ഞ? 6-ന്റെ മുതൽ അല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? പിന്നെ ഉള്ളത് അതാണ് അടുത്ത് വരുന്നത്. ഇപ്പം ഈ വർഷം വരും പണ്ടൊരു ദേവദാസൻ പറഞ്ഞ ഒരു വാക്ക് ഞാനിങ്ങനെ ഒരു ഉദാഹരണം ഓർത്തുപോയോ? ഈ എവിടെയെങ്കിലും തീപിടുത്തമൊക്കെ ഉണ്ടായാൽ ആര് വരും? ഫയർഫോഴ്സ് വരും.
ഫയർഫോഴ്സ് വന്ന് വെള്ളമൊക്കെ പിടിച്ച് അതെല്ലാം അണയ്ക്കും, കെടുത്തും, തീയെല്ലാം കെടുത്തി അവർ കൊടുക്കും. അപ്പോൾ അത് സൗജന്യ സേവനമാണ്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് തോന്നാണ് ഇപ്പോൾ പല പരിപാടി നമുക്ക് നമ്മുടെ വീടിന് തീയിടാം, എന്നിട്ട് വിളിച്ച് പറഞ്ഞാൽ മതി വീട്ടിൽ തീ വിളിച്ചു മരം ചെയ്യും ഇല്ല. അതെന്തുകൊണ്ട് ചെയ്യില്ല? നമ്മുടെ വീട്. അപ്പോൾ അതാണ് ഇവിടുത്തെ പോസ്റ്റ്. ഈ ആരാധ്യം ഞാൻ ആരാണ് എന്ന തിരിച്ചറിവ് പാപം ചെയ്യാതെ വന്ന് നമ്മെ സൂക്ഷിക്കുന്നു. ആണ് ആരാധ്യം പറയുന്നത് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഞാൻ ആരായിരുന്നു എന്നും ഇപ്പോൾ ഞാൻ ആരായിരിക്കുന്നു, ഹുവാമായി, ഞാൻ ആരാണ് എന്നുള്ളത്. നമുക്ക് മുന്നോട്ട് പോകാം, വായിക്കാം. ഈ നാലാമത്തെ ഹെഡിങ്ങിൽ പറയാനായിട്ട് ഉള്ള ഈ ആദ്യത്തെ ചോദ്യം പോലെ തന്നെ മറ്റു 2 ചോദ്യങ്ങളുണ്ട്. അത് നമ്മൾ പിന്നാലെ മുന്നോട്ടുള്ള അധ്യായങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ വരും. അപ്പോൾ അത് ചേർത്ത് നമുക്ക് ചിന്തിക്കാം. വായിച്ചാട്ടെ, 1 മുതൽ വായിക്കാം. പാപം സംബന്ധമായി മരിച്ചതായ നാം ഇനി അതിജീവിക്കുന്നത് എങ്ങനെ? ഇല്ല, യേശുക്രിസ്തുവിൽ ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവരുടെ മരണത്തിൽ പങ്കാളികളാകാൻ സ്നാനം ഏറ്റിരിക്കുന്നുവെന്ന് നിങ്ങളും അറിയുന്നില്ലയോ? അങ്ങനെ നാം അവരുടെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കൂട്ടിയിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ നിർമ്മയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ കൂട്ടത്തിൽ നടക്കേണ്ടത് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കും. നാം ഈ പാപത്തിന് അന്യപ്പെടാതെ പാപ ശരീരം നീക്കം വരേണ്ടതിനെ നമ്മുടെ പഴയ മനുഷ്യൻ അവരോട് കൂടെ സൂക്ഷിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അവിടെ ഈ ഭാഗത്ത് 6-ാം അധ്യായത്തിൽ 11 വരെയുള്ള പോർഷനിൽ 3 പ്രാവശ്യം അറിയുക എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് കൃപ പെരുകേണ്ടത് പാപം ചെയ്യുക എന്നോ? ഒരിക്കലും അല്ല. എന്തുകൊണ്ടല്ല? 3-ാം വാക്യം എന്താ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവരുടെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്തറിയുന്നില്ലേ? ആ 2-ാം വാക്യം പ്രകാരം നിങ്ങൾ എന്തറിയുന്നില്ലേ? വാക്യമോ നിങ്ങൾ പാപം സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ dead to sin, not dead in sin. Before we were dead in sin, പാപത്തിൽ മരിച്ചവരായിരുന്നു. ഇപ്പോൾ പാപത്തോട് മരിച്ചു, പാപസംബന്ധമായ dead to sin, പാപത്തോട് ചെയ്തു മരിച്ചു. ആരോട് കൂടെ? അവിടെ വാക്ക് എഴുതിയിട്ടുണ്ടല്ലോ, എന്താ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ. അപ്പൊ മോഹനൻ ആദമുമായി ബന്ധമുള്ള മോഹനൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ യേശുവിനോട് കൂടെ എന്ത് ചെയ്തു? മരിച്ചു. അവന്റെ മരണത്തിൽ പങ്കാളിയായി യേശുവിനോടുകൂടെ എന്ത് ചെയ്തു? അപ്പോൾ ആദവുമായി ബന്ധമുള്ള മോഹനൻ എന്ത് ചെയ്തു? മരിച്ചു. അപ്പൊ പാപവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു, അവസാനിച്ചു. മനസ്സിലായോ? അതാണ് എല്ലാവരും പറഞ്ഞ 5-12 മുതലായി ഈ പോർഷനിലെ പ്രധാന കോറായിട്ട് നമ്മൾ കാണുന്നു. അതോട് നോക്കി 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദമുമായി ബന്ധമുള്ള ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും.
ആ പാപത്തിനും മരണവും എന്നിലേക്ക് പ്രവേശിക്കാൻ കാരണമായി തീർന്ന ആദം, ആ ആദമുമായി ബന്ധമുള്ള ജോൺസൺ എന്ത് ചെയ്യും? മരിച്ചു. എപ്പോൾ മരിച്ചു? ഇവിടെ പറഞ്ഞിരിക്കുന്ന എപ്പോ മരിച്ചു? സ്നാനത്തിൽ. ശരിക്കും മരിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ ആ യേശുവിന്റെ മരണ അടക്ക പുനരുദ്ധാനം എനിക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അംഗീകരിച്ചപ്പോൾ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ എന്തായി? ക്രിസ്തുവിനോട് അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായി നിങ്ങൾ. ക്രിസ്തുവിനോട് ചേർന്നപ്പോഴാണ് രക്ഷിക്കപ്പെട്ടപ്പോഴാണ്. അപ്പോൾ ക്രിസ്തുവിനോട് ചേർന്നപ്പോൾ നാം മരിച്ചു. ക്രിസ്തുവിന്റെ മരണത്തിൽ എന്ത് ചെയ്തു? പങ്കാളികളായി തീർന്നു. ക്രിസ്തുവിനോടുകൂടെ ഏകീഭവിച്ചു, ക്രിസ്തുവിനോടുകൂടെ ഒന്നായി തീർന്നു. നാം ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ നമ്മൾ ആദമിനോട് നമുക്ക് എന്തുണ്ടായി? ബന്ധമുണ്ടായി. ആദമിക സ്വഭാവമാണ് നമ്മളിൽ ഉണ്ടായിരുന്നത്. ആദമിന്റെ പാപത്തിലും ദുസ്വഭാവങ്ങളിലും മരണത്തിലും ശിക്ഷയിലും ഒക്കെ നമുക്ക് എന്ത് കിട്ടി? പങ്കാളിത്തം കിട്ടി. ഇവിടെ വാക്കുകളുണ്ടല്ലോ, പങ്കാളികളായി അവന്റെ മരണത്തിൽ. അതുപോലെ ആദമിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടായി. പക്ഷേ നമ്മൾ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നടന്ന ഒരു സംഭവമാണ് ഒരു മരണം നടന്നത്. അന്ന് പാപം ചെയ്തപ്പോൾ മരണം നടന്നതുപോലെ ഇപ്പോൾ വിശ്വസിച്ചപ്പോൾ ഒരു മരണം നടന്നു. അതെന്താ? അന്ന് മരിച്ച മനുഷ്യന്റെ മരണമാണ്. പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് മരിച്ചു. അങ്ങനെ മരിച്ച് ക്രിസ്തുവിൻ്റെതായി തീർന്നു എന്നുള്ളതിൻ്റെ ചിത്രീകരണമാണ് എന്ത്? സ്നാനം. സ്നാനം രക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. ഞാൻ പഴയ ജോൺസൺ മരിച്ചു, ആദമുമായി ബന്ധമുള്ള ജോൺസൺ മരിച്ചു എന്നും ഇപ്പോൾ ജീവിക്കുന്ന, അതാണ് ഗലാത്യർ 2:20 പറഞ്ഞത്. എന്താ? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. കണ്ടോ? ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്ന ആരാ? ക്രിസ്തുവാണ്. അപ്പൊ ഞാൻ ആരാ? സ്നാനപ്പെട്ടപ്പോ എന്താ പറഞ്ഞത്? ഞാൻ സ്നാനപ്പെട്ടില്ലേ? പിന്നെ ആരാ സ്നാനപ്പെട്ട? അന്ന് സ്നാനപ്പെട്ട അവർ രണ്ടുപേരും. ഓക്കെ, സ്നാനപ്പെട്ടപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മളൊക്കെ സ്നാനപ്പെട്ടവരാ. എന്താ പറഞ്ഞത്? ഇത്ര നേരം ഞാൻ എന്താ പറഞ്ഞു? നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങില്ല. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? രണ്ടാമത്തെ ഒന്നുകൂടി വായിച്ചു, 2-3. പാപം സംബന്ധമായി മരിച്ചവരായ നാം ഇനി അത് ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവരുടെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? സ്നാനത്തിൽ അവന്റെ മരണത്തോട് നമ്മൾ എന്ത് ചെയ്തു? മരണത്തിൽ പങ്കാളികളായി. അങ്ങനെ 4 അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ ഒഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ്. മരണത്തിൽ നമ്മൾ എന്താ പറഞ്ഞു? വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോ എന്താ പറഞ്ഞു? ലോകത്തോട് പറയാ, കൂട്ടുകാരെ, സഹോദരന്മാരെ, ചേട്ടന്മാരെ, ജോൺസൺ പഴയ ആളുണ്ടല്ലോ, നിങ്ങൾ അറിയുന്ന ജോൺസൺ ആളെന്ത് ചെയ്യാ? ആള് മരിച്ചു. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോ പറയാണ്, ആള് മരിച്ചു കേട്ടോ. വെള്ളത്തിൽ മുങ്ങുമ്പോ നിങ്ങളുമായൊക്കെ ആ ബ്ലഡ് റിലേഷനുള്ള ആദമിക രക്തമുള്ള ആദമിക സ്വഭാവമുള്ള ജോൺസൺ എന്ത് ചെയ്തു? മരിച്ചു. ആ പുള്ളി എന്ത് ചെയ്യാം? അടക്കി. പൊങ്ങി വരുമ്പോ പറയുക, പുതിയ ആളാ വരണേ. ആരുമായിട്ട് ബന്ധം? ക്രിസ്തുവുമായി ബന്ധമുള്ള ആളാണ് വരുന്നത്.
അങ്ങനെ ചെയ്ത്, അതായത് അങ്ങനെ വിശ്വസിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് അതൊരു പ്രവൃത്തിയിലൂടെ ചിത്രീകരിച്ച് എക്സംപ്ലിക്കേഷൻ ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരാൾക്ക് പിന്നെ എങ്ങനെ പാപത്തിൽ തുടരാനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അല്ലേ? അപ്പം നീ ആരാണെന്ന് നിനക്ക് ഓട്ടോ ഓട്ടോ ഓടിക്കും. ഓട്ടോക്കാരുമായിട്ട് ആളുകൾ എന്ത് ചെയ്യും? തർക്കിക്കും. ഇല്ലേ? തർക്കിക്കില്ലേ? നമ്മൾ 100 ബിരുദാരും പറയാം 100. അപ്പോൾ എന്താണ് സവാരി പറയും, ഇവിടെ 100ഒന്നുമില്ല, എത്രയാ 80. അപ്പം ഈ യാത്രക്കാരൻ ഒരു വിശ്വാസിയാണെങ്കിൽ നമ്മളത് സാധാരണ ചെയ്യുന്നതാണ്. 100 ആണെങ്കിൽ 100. ഇതിപ്പോൾ കൂടുതലാണെന്ന് നമുക്ക് അറിയാമെങ്കിലും ചിലപ്പോൾ നമ്മൾ അവിടെ എന്തില്ല, എന്തുകൊണ്ട് തർക്കിക്കുന്നില്ല? പറയൂ. ഇപ്പം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറയും. എന്തുകൊണ്ടാണ് നമ്മൾ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കുന്നത്? ദുഷ്കീർത്തിയും സൽകീർത്തിയും ഒക്കെ നമ്മൾ സഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആരാണെന്ന് എനിക്ക് എൻ്റെ വിളിക്ക് അറിയില്ല, എനിക്കറിയാം. ഞാൻ മരിച്ചു, ഞാൻ ലോകത്തിന് എന്ത് ചെയ്തു? ഞാൻ തെറി പറയുന്ന ജോൺസൺ എന്ത് ചെയ്തു? അസത്യം പറയുന്ന ജോൺസൺ മരിച്ചു. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ആള് അസത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പെരുമഴ പോലെ ദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജോൺസന് പറയാൻ പറ്റുന്നില്ല. ജോൺസൺ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, പക്ഷെ ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. എന്ത്? ആ ആളെന്ത് ചെയ്തു? സെന്റ് അഗസ്റ്റിൻ താന് മാനസാന്തരപ്പെട്ടതിന് ശേഷം താൻ നേരത്തെ പോയിക്കൊണ്ടിരുന്ന അസാൻമാർഗ സ്ട്രീറ്റിൽ കൂടെ, തെരുവിൽ കൂടെ പോകുമ്പോൾ പണ്ടുണ്ടായിരുന്ന കൂട്ടുകാര് സ്ത്രീകളൊക്കെ വിളിച്ചു, ഹേ അഗസ്റ്റിൻ, നീ എന്താ ഇങ്ങോട്ട് നോക്കാതെ? ഞങ്ങളെ അറിയില്ലേ, നീ എന്താ? അപ്പോൾ അഗസ്റ്റിൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അഗസ്റ്റിനല്ല, ഞങ്ങൾക്ക് നിന്നെ അറിയാം, നീ അഗസ്റ്റിൻ തന്നെയാണ്. അപ്പോൾ അഗസ്റ്റിൻ പറഞ്ഞു, ആ അഗസ്റ്റിൻ മരിച്ചു, ആ അഗസ്റ്റിൻ മരിച്ചത് വേറെ അഗസ്റ്റിനാണ്. അപ്പൊ ഞാൻ ആരാണ്? ഞാൻ ആദവുമായി ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ പാപസംബന്ധമായി മരിച്ചവനാണ്. ക്രിസ്തുവുമായി ബന്ധമുള്ള ആളാണ്, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പീക്കിലേക്ക് അത് വരും. ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തു അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റതുപോലെ ഇനി ജീവന്റെ പുതുക്കത്തിൽ, പുതിയ ജീവനിൽ, പുതിയ ആള്, ജീവന്റെ പുതുക്കം എന്ന് പറഞ്ഞതാണ്, പുതിയ ആളായി ജീവിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസത്തിലൂടെ, ഏറ്റുപറച്ചിലൂടെ ഒരിക്കൽ അത് ഞാൻ തീരുമാനമെടുത്തു, നിർണയത്തിലേക്ക് വന്നു. സ്നാനത്തിലൂടെ ഞാൻ അത് ചെയ്തു, ചിത്രീകരിച്ചു, ഡിക്ലെയർ ചെയ്തു ഞാൻ ലോകത്തോട്. അങ്ങനെ ചെയ്ത് എനിക്ക് ഇനി അങ്ങനെ പാപത്തിൽ തുടരാനായിട്ട് സാധിക്കും. 6 മുതലുള്ള വാക്യങ്ങൾ, 5 മുതലുള്ള വാക്യങ്ങൾ. നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായിരിക്കും, പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കൂ എന്ന് പറയുന്നത് ഇപ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടന്നുകൊണ്ട് പുതിയ ജീവൻ നമ്മിൽ ഉണ്ടാകും, പുതിയ ജീവിതം ഉണ്ടാകും. 6-ാം വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം പറയുന്നു. പഴയ മനുഷ്യൻ ചെയ്തു, ക്രൂശിക്കപ്പെട്ടു. അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ മോചനം എന്നുള്ളത് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. മരിച്ചവർക്കാണെന്ത്? പാപം നമ്മളിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? ഈ വാക്യപ്രകാരം എന്ന് പറഞ്ഞു, ഇപ്പൊ വായിച്ച വാക്യം 7-ാം വാക്യല്ലേ? അല്ല, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം. പാപം ഉണ്ടല്ലോ, പാപമുള്ള ശരീരത്തിലും പാപമുള്ള ലോകത്തിലും
പിശാചുള്ള ലോകം നമ്മൾ ജീവിക്കുന്ന പാപത്തിന്റെ ഗ്രാഫിൽ ഏറ്റക്കുറച്ച് നമ്മളുണ്ട്. എന്നാൽ ആ ഗ്രാഫ് കൂടുന്നത് എന്തുകൊണ്ടായിരിക്കും? 7-ാം വാക്യപ്രകാരം, 6-ാം വാക്യം, 7-ാം വാക്യം, 3-ാം വാക്യപ്രകാരം ഇപ്പൊ പറഞ്ഞു വരുന്ന സബ്ജക്റ്റ് പ്രകാരം എന്തുകൊണ്ടായിരിക്കും? ശരിക്കും എന്ത് ചെയ്യുന്നില്ല, മരിക്കുന്നില്ല. ഈ മരണം എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു എന്ന ബോധ്യം ആ മരണത്തോട് ദിനം പ്രതി എന്ത് ചെയ്യണം? ഏകീഭവിക്കണം. അവരുടെ മരണം അടക്ക പുനരുദ്ധാനത്തോട് ദിനം പ്രതി എന്ത് ചെയ്യണം? ഏകീഭവിക്കണം. ഗലാത്യലേഖനം 5:24 നമ്മളതാണ് വായിക്കുന്നത്. അതാ, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. എഫെസ്യർ വായിച്ചാട്ടെ. എഫെസ്യർ 4:22 മുതൽ, എഫെസ്യർ 4:22 മുതൽ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ കണ്ടോ. ഇവിടെ ഉപേക്ഷിച്ച് ധരിക്കുക എന്ന് പറയുമ്പോൾ മരിക്കുക, ജീവിക്കുക, വാക്കിന് അത്ര വ്യത്യാസമുള്ളൂ. എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യന് എന്താ കുഴപ്പം? ചതിമോഹങ്ങളാൽ വഷളായി പോകും, തെറ്റിപ്പോകും, പാപത്തിൽ വീഴാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ ദിനം പ്രതി എന്ത് ചെയ്യണം? അടിക്കണം. വടികൊണ്ടല്ല, ചുറ്റിയ കൊണ്ട് ക്രൂശിലേക്ക് അടിച്ച് തറച്ചു വയ്ക്കണം. അതിൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്, വഷളായി പോകുന്ന സ്വഭാവങ്ങളെ, ഇച്ഛകളെ, അഭിലാഷായും ലാൻസാവും പോകുന്നതാണ് ഹിന്ദിയിൽ. അതിൻ്റെ മോഹങ്ങളെയും ഇഷ്ടങ്ങളെയും, ശരിക്കും നമ്മുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും മോഹങ്ങളെയും എന്ത് ചെയ്യണം? കൊല്ലുക എന്നുള്ളതാണ്, മരിപ്പിക്കുക. അപ്പൊ ആര് ജീവിക്കും? ക്രിസ്തു ജീവിക്കും. അതിനാണ് വിശുദ്ധീകരണം. പ്രകാരം പഠിപ്പിക്കുന്നു, വിശുദ്ധീകരണം ആവശ്യമാണ്. വിശുദ്ധീകരണം ആർക്ക് കിട്ടും? നീതീകരണം പ്രാപിച്ചവർക്ക് അവരെ വിശുദ്ധീകരണത്തിൽ വളർത്തി തികഞ്ഞവരാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അത് ക്രിസ്തു തന്നെ ചെയ്യുന്നതാണ്. ആ വ്യക്തി സ്വയം ചെയ്യുന്നത് അല്ല. അത് ക്രിസ്തുവിനോട് ചേരുമ്പോൾ, ക്രിസ്തുവിനോട് അടുത്തിരിക്കുമ്പോൾ ക്രിസ്തു തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ വ്യക്തിയുടെ സ്വയപ്രയത്നത്തിനല്ല. അപ്പം അതുകൊണ്ട് തിരിച്ചറിവ്, ഈ രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന 3 ഘടകങ്ങളാണ്: അറിയുക, അംഗീകരിക്കുക, ആശ്രയിക്കുക. അറിയുക, അംഗീകരിക്കുക. നമ്മളതാ ചെയ്തത്, നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. വല്ലതും പ്രവർത്തിച്ചോ? അറിഞ്ഞു എന്ത്? ഞാൻ തെറ്റുകാരനാണെന്നും എന്നാൽ എൻ്റെ തെറ്റിനും ശിക്ഷയ്ക്കും ക്രിസ്തുവിൽ പരിഹാരം ഉണ്ടെന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു. ഞാൻ തെറ്റുകാരനാണെന്നും യേശു രക്ഷയുണ്ടെന്നും എന്ത് ചെയ്തു? സമ്മതിച്ചു, അംഗീകരിച്ചു. 3, ആശ്രയിച്ചു, വിശ്വസിച്ചു. മുടിയൻ പുത്രൻ അതാ ചെയ്തത്. എന്താ? അവൻ എന്തുകൊണ്ടാണ് തിരിച്ചു വന്നു? മുടിയനായ പുത്രൻ മടങ്ങി വരാത്ത കാര്യം പറഞ്ഞ പെട്ടെന്ന് പറയണേ. അവന് സുബോധം വന്നു. എന്തുകൊണ്ട് വന്നു? അല്ല, അവന് തെറ്റുകാരനാണെന്ന് സുബോധം വരാൻ എന്താണ് കാരണം? നിവൃത്തികേട്. അതാണോ? എന്താണ് സുബോധം എന്ന് പറയുന്നത് അവിടെ? He came to himself. റിയലൈസേഷൻ ഉണ്ടായി. ഞാൻ ആരാണ്? അതാണ് he came to himself. അവന് സുബോധം എന്ന് പറഞ്ഞു.
എൻ്റെ അപ്പൻ്റെ വീട്ടില് ജോലിക്കാർ കഴിച്ച് ബാക്കി കളയുന്നു, ശേഷിപ്പിക്കുന്നു. ഞാനാണ് ആ അപ്പൻ്റെ മകനല്ലേ ഞാൻ. അവൻ പിന്നെ ആവർത്തിച്ച് പറയുന്ന അപ്പൻ്റെ അപ്പൻ നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ മരിച്ചു. ഈ ആളുകളെ പറ്റിക്കുന്ന, ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന, ആളുകളുടെ മുഖത്തടിച്ച് സംസാരിക്കുന്ന, ഭിന്നത ഉണ്ടാക്കുന്ന, വഴക്കുണ്ടാക്കുന്ന, നുണ പറയുന്ന ജോൺസൺ മരിച്ചടാ. ആ ആളല്ല, ഈ ലോകത്തിലെ ആളുകൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. ആ ആളെന്ത് ചെയ്തു? മരിച്ചു. ക്രിസ്തുവുമായി ബന്ധമുള്ള ആളാണ്. അപ്പൊ ഇവനത് ഓർമ്മ. ഇവൻ നേരത്തെ കൂട്ടുകാരനോട് ചാടി പോയതാണ്. അവരാണ് ഏറ്റവും വലിയ ആൾക്കാരെന്ന് വിചാരിച്ച് ചാടി. ഇപ്പൊ ഇവന് മനസ്സിലായ കൂട്ടുകാരോ നാട്ടുകാരോ ലോകം അല്ല, പിന്നെ അപ്പൻ. ഈ അപ്പന്റെ മകനാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ കൊണ്ടുപോയ കൂട്ടുകാരൊക്കെ അല്ലേ, കൊണ്ടുപോയ കൂട്ടുകാർ ഒരുത്തന്റെ അപ്പൻ കുടിയനാണ്, പിന്നെ രണ്ടാമത്തവന്റെ അപ്പൻ ചീട്ട് കളിക്കാരനാണ്, മൂന്നാമത്തവന്റെ അപ്പൻ ആവാസനാണ്. ഇങ്ങനെ അവർക്കത് ചെയ്യുന്നതിന് കുഴപ്പം. ഇവൻ പറയും എൻ്റെ അപ്പൻ. അവനെന്താ ചെയ്തത്? ഒന്നറിഞ്ഞു, റിയലൈസ് ചെയ്തു ഞാൻ ആരാണ്. 2 അംഗീകരിച്ചു. ഞാൻ എന്ത് ചെയ്തു? തെറ്റ് ചെയ്തു. എനിക്ക് തെറ്റ് പറ്റി, അംഗീകരിച്ചു. പിന്നെ ആശ്രയിച്ചു, മടങ്ങിപ്പോയി. എന്നിട്ട് അപ്പനോട് പറഞ്ഞു, നിന്നോട് സ്വർഗത്തോടും. ഇത്രയാണ് കാര്യം. നീതീകരണം പ്രാപിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് സ്വർഗീയ പിതാവിന്റെ മക്കളായി തീരുന്നവർക്ക് തെറ്റ് പറ്റില്ലെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. യോഹന്നാൻ നേരത്തെ എഴുതിയിരിക്കുന്ന, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവൻ സ്വയം വഞ്ചിക്കുന്നു, ദൈവത്തെ അസത്യവാദിയാക്കുന്നു. കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അബദ്ധവശാൽ ആരെങ്കിലും പാപം ചെയ്തുവെങ്കിലോ പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു കാര്യസ്ഥൻ, മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. ഈ മുടിയനായ പുത്രന്റെ പോലെ ദിനംപ്രതി വന്ന്, കർത്താവേ, അറിഞ്ഞു അറിയാതെയും ഞാൻ അന്ന് എടുത്ത തീരുമാനവും ആ ഡിക്ലറേഷൻ സ്നാനത്തിൽ ചെയ്ത ആ പ്രദർശനത്തിലൂടെ, ചിത്രീകരണത്തിലൂടെ ചെയ്ത കാര്യത്തിന് വിരോധമായിട്ട് എനിക്ക് കുഴപ്പങ്ങളൊക്കെ പറ്റി, എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ട്? സഹായകൻ, നമുക്ക് കാര്യസ്ഥൻ നമുക്ക് വേണ്ടി ഉണ്ട്. കർത്താവേ, നിങ്ങളെ എല്ലാവരും